എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊർലാൻഡ് 2 എന്ന അനിമയുടെ എപ്പിസോഡ് 42 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവ ജോസെ കേക്ക് അവർ ആ വന്ന വോൾഫുകൾ അതിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കാരണം അത് ഒരുപാടെണ്ണം ഉണ്ട്. ഗോൾഡോ വോൾഫും അതിന്റെ കമാൻഡിൽ വരുന്ന അനേകം വോൾഫും അതെല്ലാം കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ ഓടിപ്പോകാനേ കഴിയും. അതിൽ നിന്ന് വരുന്ന അറ്റാക്ക് അത് രക്ഷപ്പെടാനായിട്ട് അവർ സോൾ ടൂൾ ഡിവൈസിൽ അഡിറ്റേഷൻ അതിൽ ഷീൽഡ് പോലുള്ളത് വെച്ച്. എന്നാൽ ഗോൾഡോ വോൾഫിന്റെ പവർ വളരെ പവർഫുൾ ആകണം. കാരണം ഷീൽഡിന്റെ ആ ഡ്യൂറബിലിറ്റി കുറഞ്ഞു വരുവാണ്. അവർ പല വശത്ത് നിന്ന് ചുറ്റി വരാനായിട്ട് നോക്കുന്നെങ്കിലും മാക്സിമം അവർ അവോയ്ഡ് ചെയ്താണ് പോകുന്നത്. ഇതെങ്ങനെ അവർ വരുന്നു എന്ന് യുഹോ പറയുമ്പോൾ അവ എപ്പോഴാണ് കേക്ക് പറയുന്നത് ഗോൾഡോ വോൾഫ് അത് റിയൂംബറിലെ യൂണീക്കായ ബീസ്റ്റ് ആണ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് തന്നെ സ്പിരിച്വലാണ്. അതുപോലെ തന്നെ അത് കഴിക്കുന്നത് റെയർ മെറ്റൽസ് ആണ്. അതിന്റെ എനർജിയാണ് അങ്ങനെയാണ് എടുക്കുന്നത്. അവർ കൾട്ടിവേഷൻ ഉപയോഗിക്കുന്ന അതിനാണ്. അവരുടെ ഈ മെഷീൻ അത് അങ്ങനെ വെച്ച് ഉണ്ടാക്കിയതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർ തിരിച്ച് ചെയ്ത അറ്റാക്ക് അതൊന്നും വർക്കിംഗ് ആവുന്നില്ല. ഇതിൽ 3 ഗോൾഡൻ വോൾഫ് കിങ് ഉണ്ട്. അവർ ആ അനേക വോൾഫിനെ കൺട്രോൾ ചെയ്തു വരുന്നു. അതിനില്ലാതൊക്കെ മാത്രമേ അവർ കഴിയൂ. യുഹോബ ആ 3 ഗോൾഡൻ വോൾഫിനെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിച്വലായ സൈക്കിക് വൈറ്റ് ഫോക്സ്, അതിനെപ്പോലെ സൈക്കിക് സിൽവർ മൂൺ വോൾഫ് അതിനാണ് ഇല്ലാതാക്കേണ്ടത് മനസ്സിലാക്കിയിട്ട് അതൊരു ഡെക്കേഡ് മില്യൺ സോൾവ് സ്റ്റോറിയാണ്. ആ ഡിക്റ്റേറ്ററിന്റെ ഡ്യൂറബിലിറ്റി വളരെയധികം കുറഞ്ഞു. യുഹാബ അവരോട് നിങ്ങൾ ഇതുകൊണ്ട് പോയിക്കോ, ഞാൻ അവരെ വേറെ വഴിയിൽ എത്തിക്കാം എന്ന് പറഞ്ഞു പോയി. അവർക്ക് വേറെ വഴിയില്ല, അവര് നിൽക്കുന്നില്ല, അവരവിടെ നിന്ന് പോകുന്നു. യുഹാബ അവരുടെ ഓരോ മെറ്റൽസ് അതവിടെ ഇട്ടിട്ട് വരുന്നു. അവരത് കഴിക്കാനായിട്ട് വന്നു. ആ ടൈമിൽ അവരെങ്ങനെയൊക്കെ അവിടെ നിന്ന് പോയി. അതുപോലെ യുഹാബോന്റെ പിറകായിട്ട് എല്ലാവരും വരാനായിട്ട് തുടങ്ങി. അവരകട്ടെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ യുഹാബോയും അങ്ങനെ ഒരുവിധം എല്ലാവരെയും ജ്യൂസ് കേക്ക് അവരിൽ നിന്നും മാറി. സിൽവർ മൂൺ വോൾഫ് വന്ന് അറ്റാക്ക് ചെയ്തു. അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതാകട്ടെ അത് കഴിക്കുകയാണ്. ക്യാനോൻ ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല എന്നത് അവന് മനസ്സിലായി. എന്നാൽ അവന്റെ സോൾ ടൂൾ ചാർജ് തീർന്ന് കുറച്ചേരം ഓടിപ്പോണ്ടി വരും. അതുപോലെ ചെയ്യുന്നു. അവനെ ഫോളോ ചെയ്ത് ആ വോൾഫോടും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത കാര്യമില്ല എന്നത് മനസ്സിലായിട്ട് ഇലൂഷൻ സ്കിറ്റ് അത് യൂസ് ചെയ്ത് സെഞ്ചുറി മില്യന് അവരും ഉണ്ടാക്കി. അതുകൊണ്ട് അവിടെയുള്ള ചെറിയ വോൾഫുകളെല്ലാം ഭയന്നു. എന്നാൽ മെന്റൽ അട്രിബ്യൂട്ട്സ് ഉള്ള എന്നോടും എന്ന പോലെ സിൽവർ മൂൺ വോൾഫ് അതിനെ ഇല്ലാതാക്കി കളഞ്ഞു. അവനെങ്ങനെ അറ്റാക്കും ചെയ്യുന്നു. അത് കുറച്ചു നേരം ടൈമിൽ നിന്ന് ഇങ്ങനെയൊക്കെ വിളിക്കാൻ നോക്കുന്നു. എന്നാൽ അവരാരും തന്നെ റെസ്പോൺസ് ഇല്ല. ഇത്ര ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അവരെവിടെ പോയി നോക്കിയാൽ യുഹോബന്റെ സ്പിരിച്വൽ സിയലിക്ക് സോൾസി ആ സിൽവർ മൂൺ വോൾഫ് ബ്ലോക്കൊക്കെ അത്രയും മെന്റൽ പവർ അതിനുണ്ട്. അവർക്ക് നടക്കുന്നൊന്നും കാണാൻ കഴിയുന്നില്ല എന്നതുപോലെ ആകണം. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊരാളുണ്ടല്ലോ, അതാണ് നെക്രോമൻസർ. ഈ നെക്രോമൻസർ പറയുന്നത് യുഹാവോ അവൻ സ്ട്രോങ് ആകണമെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവൻ ഫേസ് ചെയ്യണം, അവൻ ഇതിലൂടെ ഗ്രോയാകും എന്ന്. അവർ ഇല്ലാതെ തന്നെ യുഹാവോ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ് നെക്രോമൻസർ പറയുന്നത്. എന്നിരുന്നാലും ഈ സിൽവർ മൂൺ വോൾഫ് അതിന്റെ സ്കില്ല് വേറെ റെയർ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് അവന് തോന്നി. അങ്ങനെ പോയി. പിന്നെ പറന്നുപോയൊക്കെ നോക്കുന്നു. ഇടയ്ക്ക് ഗോൾഡൻ വോൾഫ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാനം അവൻ ഒന്നിൽ പെട്ട് വീഴുവാണ്. ഫ്ലൈയിങ് ഡിവൈസ് പൊട്ടിപ്പോയി. അവന് ചുറ്റുമായിട്ട് എല്ലാവരും വളഞ്ഞു. യുഹോവോ അവിടെ ഉറപ്പായി തിരിച്ചു വരണം എന്നാണ് ജോസി. അപ്പോൾ തന്നെ ബോൺ സ്കിൽ യൂസ് ചെയ്ത് അവിടെ മുഴുവൻ ഫ്രീസാക്കി. ഇതിന്റെ പവർ ഒന്ന് ഷോയി ഹെൽപ്പ് ചെയ്ത് ആ ടൈമിൽ കണ്ടതാണ്. എന്നാൽ അതിലൊന്നും അവര് എല്ലാവരെയും തടയാൻ കഴിഞ്ഞില്ല. മെയിനായിട്ടുള്ള സിൽവർ മൂൺ വോൾഫ് തന്നെ അവിടെ എത്തി. അതിനെ ഇല്ലാതാക്കിയാൽ ഇവർ എല്ലാവരും പോകും എന്ന് യുഹാബോന് മനസ്സിലായിട്ട് മൂന്നാമത്തെ മാർഷൽ സോളിലെ ഒരു സ്കില്ല് ഗെയ്സ് സോൾ ഗെയ്സ് എന്നത് ഉപയോഗിക്കണം. അതിനെ എതിർക്കാനായിട്ട് നോക്കി എന്നാൽ അടിച്ചു വീഴ്ത്തി. അതിന്റെ കഥ കഴിഞ്ഞെന്ന് മനസ്സിലായി ഇരിക്കുമ്പോഴാണ് അതിനൊന്നും പറ്റാതെ വരുന്നു. അതിന്റെ 2 കണ്ണ് പോയി എന്നത് മാത്രമാണ്. എന്നാൽ അത് സ്പിരിച്വൽ ആട്രിബ്യൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഒരുപാട് സോൾ പവർ യൂസ് ചെയ്ത് അറ്റാക്ക് പോയിട്ട് അതിനൊന്ന് ഇഞ്ചുറി പറ്റിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവർ എല്ലാവരും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇപ്പോൾ അവൻ ഫസ്റ്റ് മാർഷൽ സോളിലെ 3ാം സ്കില്ല് നെർവ് എക്സ്പാൻഷൻ എന്നത് യൂസ് ചെയ്ത് അതുകൊണ്ട് തന്നെ അവർ അടുത്ത് വന്ന് മാറിപ്പോയി. അവരെ ചങ്ങല പോലെ ഒരു ഫോർമേഷന് അതിൽ ലോക്കാക്കി. ഈ സമയത്ത് ജ്യൂസും കേക്ക് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞു. അവരുടെ സോൾ ഡിവൈസിന് ഡാമേജ് ആയി എങ്കിലും ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. യുഹാവോ അവൻ എന്ത് തന്നെയും പറ്റിയെന്ന് അവർക്ക് അറിയില്ല. അവനെ വിട്ട് പോകാനും കഴിയില്ല എന്ന് പറഞ്ഞ് അവനും തിരികെ യുഹാവോന് തിരികെ വരുന്നുണ്ട്. ഈ സമയത്ത് അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഫസ്റ്റ് സോൾ സ്കില്ലിൽ 4ാമത്തെ ഡൊമൈൻ ഫോർമേഷൻ അത് യൂസ് ചെയ്ത് മൊത്തം ഫ്രീസാക്കി. അതുപോലെ തന്നെ ഐസ് എക്സ്പ്ലോഷൻ കൂടി യൂസ് ചെയ്ത് അങ്ങനെ വീഴ്ത്തി. അതിന് നല്ല പരിക്ക് പറ്റിയെങ്കിലും യുഹാവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കുപറ്റിയതെന്ന് കാണാം. യുഹാവ ഒരുവിധം വന്ന വോൾഫുകളെല്ലാം വീഴ്ത്തി. ഇനി സിൽവർ മൂൺ വോൾഫ് കൂടി മാത്രമായിട്ട് കണ്ടു. അതിനെ അറ്റാക്ക് ചെയ്ത് അപ്പോഴേക്കും ഗോൾഡൻ വോൾഫുകൾ എഴുന്നേറ്റ്. അതിൽ 2 കണ്ണുപോയെങ്കിലും മെന്റൽ പവർ എന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ സെൻസ് ചെയ്ത് അവനാകട്ടെ അതിനെതിർക്കാൻ പാടുപെടുന്നുണ്ട്. യുഹാവന്റെ നെഞ്ചിൽ അത് കടിച്ചിറക്കി. ഹാർട്ട് ഭാഗത്തായിട്ടാണ് വന്നത്. ജസ്റ്റ് മിസ്. അവന് ജീവൻ പോകുന്ന വേദനയായിരുന്നു. ഐസംപ്രസിന്റെ സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് അത് കൊടുത്തു. അതോടെ അതിന്റെ ഹാർട്ട് ഭാഗത്തായതുകൊണ്ട് തന്നെ അതവിടെ ഡെഡായി. മറ്റേത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അവനിനി സോൾ പവർ ഇല്ല. അതുകൊണ്ട് തന്നെ അന്ന് ജിൻ കൊടുത്ത 9 ലെവൽ സോൾ ഗൈഡിങ് ഡിവൈസ് അതൊരു ഡിഫൻസ് ആണ്. അത് ഉപയോഗിച്ച് തടഞ്ഞു. അങ്ങനെ അതും തെറിച്ചുപോയി. അവനും തെറിച്ചുപോയി. അങ്ങനെ ആ ഫൈറ്റ് അവിടെ തീർന്നു. ജോസിയും കേക്കയും പിന്നെ വന്ന് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. അവൻ അവസാനം കണ്ടുപിടിച്ചു. എന്നാൽ അവന് നല്ല ഇഞ്ചുറി പറ്റി ഡെഡാകുന്ന സിറ്റുവേഷനിലായിരുന്നു. അവനെ മാറ്റി നിർത്തി അവനെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ പല്ലെടുക്കാൻ കഴിയുന്നില്ല, അത് അവസാനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട്
പ്ലീസ് നീ മരിക്കലേ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ മുറിവ് എല്ലാം ഭേദമായി. എന്നാൽ അവൻ്റെ ബോഡിയായിട്ട് ടെമ്പറേച്ചർ കൂടി വരികയാണ്. ആ പല്ല് അതിരിക്കുന്ന ഭാഗത്താകട്ടെ പ്രശ്നം വരാനായിട്ട് തുടങ്ങി. അത് ഇനി ഇരിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ജീവനിൻ്റെ ആപത്താണ് എന്ന് മനസ്സിലായിട്ട് രണ്ടും കൽപ്പിച്ച് അതെടുക്കുന്നു. ടെൻഷൻ ആടണമെങ്കിൽ കൂടി അവന് കടിച്ചു കൊടുത്ത് അതിൻ്റെ പാടവളുടെ കയ്യിലുമായി. അങ്ങനെ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ സോൾ സ്റ്റേറ്റ് അവൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ലൈഫ് ഓഫ് എനർജി അത് ഉപയോഗിച്ച് അവൻ പിന്നെ അങ്ങനെ കണ്ണുറന്ന് അവർക്ക് ഹാപ്പി. അവനോട് എനിക്ക് വേണ്ടത് സൈക്കിക് ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു സോൾ റിംഗ് അതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അവൻ്റെ 4ാമത്തെ സോൾ റിംഗ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരികെ വരുന്ന അവൻ്റെ ഇഞ്ചുറി റിക്കവറാകുന്ന സ്പീഡ് കണ്ട് അവർക്കായിട്ട് അതിശയം. അപ്പോഴാണ് ഇമ്പീരിയൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് യുഹാവനെ പിടിക്കാൻ വരുന്നത്. അന്ന് വാങ്ങിനെ അറ്റാക്ക് ചെയ്ത് കേസ് അതിപ്പോഴും ഉണ്ടായിരുന്നു. അവനെ മാറ്റി നിർത്തിയതായിരുന്നല്ലോ ഇത്ര നാൾ. എന്നാൽ വന്നപ്പോൾ തന്നെ പിടിച്ചു. വാങ് വന്നിട്ട് ഇത് വലിയ ഫൈറ്റർ അല്ലേ, എന്നാൽ അവന് എല്ലായിടത്തും പരിക്കാണല്ലേ, ഇനി ഇല്ലാത്ത സ്ഥലം ഞാൻ നോക്കണമല്ലോ, ജോസഫ് നീ എന്താ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അത് അവനൊന്നും കേൾക്കുന്നില്ല. അവിടെ ഉള്ളവർ ഒരു റൈറ്റും ഇല്ല അറസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇൻവെസ്റ്റിഗേഷൻ ക്യാപ്റ്റൻ മിണ്ടാതിരിക്കുകയും അവൻ ജോസിയോടും കേക്കിനോട് എനിക്ക് വേണ്ടി പറയുന്നത് നിർത്തി ഞാൻ പോയിക്കോളാം അങ്ങനെ പോകുന്നു. കേക്ക് എന്ത് ചെയ്യുന്ന ചെയ്തുകൊണ്ട് എനിക്കൊരാളോട് പറയാനുണ്ട്. ഈ കാര്യം ആ വഴി ജിങ്ങു അറിഞ്ഞ് അവർക്ക് എന്ത് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് എന്നും. അപ്പോൾ ജിങ്ങിന് ഇമ്പീരിയൽ ഫാമിലിയായിട്ട് എന്തൊരു പ്രശ്നമുണ്ട് എന്നതും കാണും. യുഹാവനെ ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. അവനോട് നീ സമ്മതിക്കുന്നതാണ് നല്ലത്, ഇല്ലേ നിന്നെ സമ്മതിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് തീയിൽ വെച്ച് ഇരുമ്പ് അതൊക്കെ കുത്തുന്നുണ്ട്. ഇത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇമ്പീരിയൽ ഫാമിലിയുടെ മുൻപിൽ ഇവൻ സമ്മതിച്ചാൽ ചിലപ്പോൾ കൊന്നു കളയാം. അവന് നിനക്ക് ആവുന്നത് ഒരു ചെയ്യാനായിട്ട് പറയുമ്പോൾ ഡ്രാഗൺ പില്ലർ എടുക്കാനായിട്ട് പറയുകയാണ്. അതെന്നത് ഒരുപാട് ഷാർപ്പായ അക്കുപഞ്ചർ പോയിന്റിൽ കുത്തിയിറക്കുന്നതാണ്. ഇതുകൊണ്ട് ചാവില്ലേ എന്നാൽ ഉള്ളിൽ കിടന്ന് അവൻ്റെ നെറിഡിയൻസ് അതെല്ലാം കറക്കി പൊട്ടിക്കും. വളരെയധികം മാക്സിമം ടോർച്ചർ കൊടുക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. യുഹാവയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി എന്താണോ അടിച്ചു തകർത്ത് പോവോ അതോ അവൻ അതെല്ലാം ഏറ്റുവാങ്ങിയോ വേറൊരു പ്രശ്നമാക്കാതെ പോകും. ജോസി ആരോട് പറയാനായിട്ടും പോകുന്നുണ്ട്. അവിടെ റോയൽ പാസ് കാണിച്ചാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.